ഒരു കഥ സൊല്ലട്ടുമ എന്ന സീരീസിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത ചുരുളി എന്ന സിനിമ ഇന്നലെ സോണി ലൈവ് വഴി റിലീസായിരുന്നു. ഈ സിനിമ ഉയർത്തുന്ന ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ. രണ്ട് പോലീസുകാർ ഒരു കുറ്റവാളിയെ കണ്ടെത്താനായി ചുരുളി എന്ന ഗ്രാമത്തിലേക്ക് പോകുന്നതും അവിടെ നടക്കുന്ന ചില വിചിത്രമായ സംഭവങ്ങളുമാണ് സിനിമയിൽ കാണിക്കുന്നത്. ഷാജീവൻ, ആന്റണി എന്നീ പേരുകളിൽ എത്തിയ പോലീസുകാർ ഒരു ജീപ്പിൽ ചുരുളിയിലേക്ക് ഒരു ദീർഘദൂര യാത്ര നടത്തുകയാണ്. യാത്ര തുടങ്ങുമ്പോൾ കൂടെയുള്ളവർ വളരെ നിഷ്കളങ്കരായിരുന്നു. പക്ഷേ ചുരുളിയിലെത്തുമ്പോൾ അവരുടെ സ്വഭാവത്തിലുണ്ടാവുന്ന മാറ്റം നമുക്ക് കാണാം. ചുരുളിയിലെ തങ്കച്ചൻ എന്നയാളുടെ കൃഷിസ്ഥലത്ത് കുഴിവെട്ടാൻ വന്നവരായി നാട്ടുകാർ അവരെ തെറ്റിദ്ധരിക്കുന്നു. ഇത് മുതലെടുത്ത് അവർ അവരുടെ അന്വേഷണം നടത്തുന്നു. ചുരുളിയിൽ നിന്നും പുറത്തുപോയ തങ്കച്ചൻ വരുന്നതുവരെ അവിടെയുള്ള ഒരു ചാരാ ഷാപ്പിൽ ജോലി എടുത്തുകൊണ്ട് അവിടെ തന്നെ താമസിക്കാൻ അവർ തീരുമാനിക്കുന്നു. പിന്നീട് എന്താണ് അവർക്ക് സംഭവിക്കുന്നത്? സിനിമ കാണുക. സോണി ലിവിൽ അവൈലബിൾ ആണ്. സിനിമ കണ്ടവർക്ക് സിനിമയിൽ അവസാനം എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകാൻ സാധ്യതയില്ല. അങ്ങനെ മനസ്സിലാകാതെ പോയ കാര്യങ്ങളാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ ഓരോ തിയറികളായി അവതരിപ്പിക്കുന്നത്. ഈ സിനിമയെ നമുക്കൊരു സൈക്കോളജിക്കൽ ത്രില്ലറായി കാണാം. അങ്ങനെ കാണുകയാണെങ്കിൽ കഥ എങ്ങനെയാണ് പോകുന്നത്? ഈ ഒരു തിയറി പ്രകാരം നാം കാണുന്ന കാര്യങ്ങളെല്ലാം യഥാർത്ഥമാണ്. സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി വിനയ് ഫോർട്ട് അവതരിപ്പിക്കുന്ന ഷാജീവൻ എന്ന കള്ളപ്പേരിൽ താമസിക്കുന്ന പോലീസുകാരനാണ്. ചുരുളിയിലെ കുറ്റവാളികൾക്കിടയിൽ താമസിക്കുകയും അവരുടെ സ്വഭാവത്തിലേക്ക് ഷാജീവൻ മാറുകയുമാണ് ചെയ്യുന്നത്. തനിക്ക് തൻ്റെ നാട്ടിൽ ചെയ്യാൻ പറ്റാത്ത എല്ലാ കാര്യങ്ങളും പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ അവിടെ ചെയ്തു തീർക്കുന്നു. ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന ബോധം അയാൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അയാൾക്ക് ഇഷ്ടമുള്ളതെല്ലാം അയാൾ ചെയ്യുന്നത്. ബാക്കി അയാൾ കാണുന്നതെല്ലാം ചില സ്വപ്നങ്ങളും അയാളുടെ തോന്നലുകളും മാത്രമാണ്. അവസാനത്തെ സംഭവങ്ങൾ പോലും ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോൾ അയാളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ദൃശ്യങ്ങളായിരിക്കാം. അവിടെ എന്തും ചെയ്യാമെന്നുള്ള ധൈര്യമായിരിക്കാം ഉത്സവത്തിലെ മത്സരത്തിനിടയിൽ തന്നെ അടിച്ചയാളെ വിനയ് ഫോർട്ടിൻ്റെ കഥാപാത്രം കൊല ചെയ്യുന്നത്. ഒരു പോലീസുകാരനായതുകൊണ്ട് തോക്ക് ഉപയോഗിക്കാൻ അറിയുന്ന ആളായിരിക്കും. അതുകൊണ്ട് തന്നെയായിരിക്കും പരിശീലനം ലഭിച്ച ആളെപ്പോലെ തന്നെ കാട്ടിൽ ചെന്ന് വേട്ടയാടുന്നതും. അവ്യക്തമായ ചില രംഗങ്ങൾ ഷാജീവൻ എന്ന കഥാപാത്രം കാണുന്നത് അയാൾക്കുണ്ടാകുന്ന മാനസിക സംഘർഷവും അതിൽ അയാൾക്ക് തോന്നുന്ന കാര്യങ്ങളുമായിരിക്കാം. അവിടെയുള്ള ക്രിമിനലായ ജോയ് ചെയ്യുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും അയാളും ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ കുട്ടിയെ പീഡിപ്പിക്കുന്നതും അങ്ങനെ തന്നെയാണ്. തനിക്ക് എന്തും ചെയ്യാമെന്നുള്ള സ്വാതന്ത്ര്യം കൊണ്ടാണ് വിനയ് ഫോർട്ടിൻ്റെ കഥാപാത്രം അതും ചെയ്യുന്നത്. അവിടെയുള്ള കുറ്റവാളികളുടെ അതേ മാനസികാവസ്ഥയിലേക്ക് വിനയ് ഫോർട്ടിൻ്റെ കഥാപാത്രവും മാറുകയാണ്. മറ്റൊന്ന്, ഒഫീഷ്യലായി ഈ സിനിമ ഡിക്ലെയർ ചെയ്ത പോലെ ഇതൊരു സൈഫൈ സിനിമയാണ്. ടൈം ലൂപ്പ് എന്ന സയൻസ് ഫിക്ഷനാണ് സിനിമയിൽ കാണിച്ചത്. ഒരു സമയക്രമം തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നതിനെയാണ് സാധാരണ സിനിമകളിൽ ടൈം ലൂപ്പായി നാം കാണാറ്. ബസ്സിൽ നിന്നും കഥ ആരംഭിച്ച് ക്രിമിനലിനെ അവർ കണ്ടെത്തുന്നിടത്ത് അവസാനിക്കുകയും ചെയ്യുന്നു. ക്രിമിനലിനെ കൊണ്ട് അവർക്കൊരിക്കലും തന്നെ ചുരുളിയിൽ നിന്നും പുറത്തേക്ക് പോകാനാകുന്നില്ല. വീണ്ടും അവർ ജോയ് എന്ന കുറ്റവാളിയെ കണ്ടെത്താനായി ചുരുളിയിലേക്ക് വരികയും ആ സംഭവങ്ങൾ വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും തന്നെ ചുരുളിയിൽ നിന്നും ജോയിയെ പുറത്തു കൊണ്ടുപോകാൻ അവർക്കാകില്ല എന്നാണ് അവസാന നിമിഷങ്ങളിൽ സൗബിൻ പറയുന്ന കഥയിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. സിനിമയിൽ ഇടയ്ക്ക് കാണിക്കുന്ന ഏലിയൻസ് ആയിരിക്കാം ഈ ലൂപ്പിന് ആധാരം. മനുഷ്യരെ ഇങ്ങനെയൊരു ടൈം ലൂപ്പിലിട്ടുകൊണ്ട് ഏലിയൻസ് പല പരീക്ഷണങ്ങളും നടത്തുകയാണ്. ചിത്രത്തിൻ്റെ ആദ്യത്തിൽ ഒരു ചായക്കടയിൽ പത്രം വായിക്കുന്ന ആൾ പറയുന്നുണ്ട് 2 പേരെ ഏലിയൻസ് കൊണ്ടുപോയ വാർത്ത. അതെല്ലാം കണക്ട് ചെയ്യുന്നത് ഈ 2 പേരെയും ഏലിയൻസ് ഒരു ടൈം ലൂപ്പിലിട്ടുകൊണ്ട് പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഏലിയൻസ് എല്ലാം ഒരു മെഷീനകത്താണ് ഈ സംഭവങ്ങളെല്ലാം നടത്തുന്നത്. ചില സമയത്ത് ആ മെഷീൻ കാണിക്കുന്നതും അതുകൊണ്ടായിരിക്കാം. ഈ എല്ലാം നടത്തുന്ന ഏലിയൻസിനായിരിക്കാം മാടൻ എന്ന് വിളിക്കുന്നത്. മാടൻ്റെ കഥ പറയുമ്പോൾ ഈ സിനിമയെ മറ്റൊരു രീതിയിൽ നമുക്ക് കാണാം. ഒരു ഫാൻറ്റസി മിസ്റ്ററി ത്രില്ലർ. മാടൻ എന്ന പൈശാചിക ശക്തി ചുരുളി എന്ന ഗ്രാമത്തെ പൊസസ് ചെയ്തിരിക്കുകയാണ്. അവിടെയുള്ള എല്ലാവരെയും മാടനാണ് നിയന്ത്രിക്കുന്നത്. ചുരുളിക്ക് പുറത്തുള്ളപ്പോൾ ആ നാട്ടുകാരെല്ലാവരും നിഷ്കളങ്കരാണെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ ചുരുളിയിലേക്ക് എത്തുമ്പോഴേക്കും അവരുടെ സ്വഭാവം ആകെ മാറിപ്പോകുന്നതും അതുകൊണ്ടാണ്. ചിത്രം ആരംഭിക്കുമ്പോൾ വിനയ് ഫോർട്ടിൻ്റെ കഥാപാത്രം ഏറ്റവും നിഷ്കളങ്കനായ ഒരാളാണ്. പക്ഷേ ചുരുളിയിലെത്തിയതിനു ശേഷം അയാൾ ആകെ മാറിപ്പോകുന്നതും ഈ മാടൻ്റെ പിടിയിൽ അകപ്പെടുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് വിനയ് ഫോർട്ട് കൊലപാതകം ചെയ്യുന്നതും കുട്ടിയെ പീഡിപ്പിക്കുന്നതുമെല്ലാം. സ്വഭാവത്തിലുള്ള മാറ്റം അയാളുടെ തെറിവിളികളിൽ നിന്നും വ്യക്തമാണ്. ഇതെല്ലാം ഷാജീവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് മാടനാണ്. അവിടെയുള്ള എല്ലാവരെയും ഇതുപോലെ മാടൻ കീഴടക്കിയിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെയാണ് ജോയ് എന്ന കുറ്റവാളി ചെയ്യുന്ന അതേ കുറ്റകൃത്യങ്ങൾ തന്നെ എല്ലാവരും ചെയ്യുന്നത്. മാടൻ ഏറ്റവും ആദ്യം കൈയടക്കുന്നത് ആൻ്റണി എന്ന കഥാപാത്രത്തെയാണ്. ആൻ്റണി അവിടെ എത്തിയത് മുതൽ തന്നെ അവിടെയുള്ളവരെ പോലെ തന്നെ സംസാരിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങുന്നുണ്ട്. ചിത്രത്തിൽ ആരാണ് മാടൻ? ചിലപ്പോൾ സൗബിൻ്റെ കഥാപാത്രമായിരിക്കാം മാടൻ. ഇട്ടിച്ചൻ എന്ന ജാഫർ ഇടുക്കിയുടെ യഥാർത്ഥ പേര് വിളിക്കുന്നത് സൗബിൻ മാത്രമാണ്. ചിലപ്പോൾ മാടൻ പല കഥാപാത്രങ്ങളിലായിരിക്കാം. ചിത്രത്തിൻ്റെ അവസാനത്തിൽ സൗബിൻ ഇരുന്ന സ്ഥലത്ത് വിനയ് ഫോർട്ട് ഇരിക്കുന്നത് അതുകൊണ്ടായിരിക്കാം. ഇനി മുതൽ അങ്ങോട്ട് മാടൻ വിനയ് ഫോർട്ടിലായിരിക്കാം. അവിടെയുള്ള ബാക്കിയുള്ളവരെല്ലാം ആരാണ്? മാടൻ്റെ കീഴിൽപ്പെട്ടവരാണെന്ന് വ്യക്തമാണ്. ചുരുളിയിലെ കുറ്റവാളികളെ പിടിക്കാൻ വന്ന പോലീസുകാരാണോ അവരെല്ലാം? ചിത്രം ആരംഭിക്കുമ്പോൾ കാണിക്കുന്ന ജീപ്പ് അത് വളരെ പഴയൊരു ജീപ്പാണ്. അതിൽ പലയിടത്തും പല സ്റ്റിക്കറുകളും ഒഴിവാക്കിയതായി കാണാം. ഇനി ചിലപ്പോൾ അത് പോലീസ് ജീപ്പ് ആകാനും സാധ്യതയുണ്ട്. അവസാനം സൗബിൻ പറഞ്ഞ കഥ പോലെ അവർ പോലീസുകാരാണെന്ന കാര്യം പോലും അവർ മറന്നുപോയിരിക്കുന്നു. അല്ലെങ്കിൽ മാടൻ അവരുടെ ഓർമ്മകൾ തന്നെ നശിപ്പിച്ചിരിക്കുന്നു. 3 തരത്തിൽ നമുക്ക് ഈ സിനിമയെ കാണാം. എന്നാലും സിനിമയിൽ പല കാര്യങ്ങളും സംശയത്തിൻ്റെ നിഴലിലാണ്. ആരാണ് ജോയ്? യഥാർത്ഥത്തിൽ സൗബിൻ ചെയ്ത കഥാപാത്രമാണോ ജോയ്? അതോ വിനയ് ഫോർട്ട് തന്നെയാണോ ജോയ്? കാരണം ജോയുടെ പേരിലുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും വിനയ് ഫോർട്ടും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ വിനയ് ഫോർട്ട് തന്നെയായിരിക്കാം ജോയ്. ആദ്യം പറയുന്ന കഥയിൽ നമ്പൂതിരിയുടെ കൂടെയുള്ള ആൾ തന്നെയായിരുന്നു മാടൻ. അതുകൊണ്ട് തന്നെ ആൻ്റണിയുടെ കൂടെയുള്ള ഷാജീവൻ തന്നെയായിരിക്കാം ചിലപ്പോൾ ജോയ്. സിനിമയെ എങ്ങനെ കാണാനാണ് നിങ്ങൾക്കിഷ്ടം? നിങ്ങൾ ഈ സിനിമയിൽ നിങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. കൂടുതൽ രസകരമായ സിനിമാ കഥകളുമായി വരാം. പീസ്.